ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ സഭ വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ചിരച്ഛേദ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് പ്രവചനം എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 18-19 തിരുവചനങ്ങൾ. യോഹന്നാൻ ഹെരോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെരോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു, എന്നാൽ അവൾക്ക് സാധിച്ചില്ല. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഹെരോദോസ് ചെയ്ത തെറ്റ് സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹെരോദോസിനും അവന്റെ ഭാര്യയായ ഹെരോദിയായിക്കും സ്നാപക യോഹന്നാനോട് വിരോധം തോന്നുകയാണ്. ആ വിരോധമാണ് അവന്റെ മരണത്തിന് കാരണമാക്കിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അവരോട് നമുക്കൊരു ഇഷ്ടം, ഒരു അനിഷ്ടം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതം ഏറ്റവും കുറ്റമറ്റതായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിലെ ചില കുറവുകൾ മറ്റുള്ളവർ നിന്നെ ചൂണ്ടിക്കാണിക്കുക. നിന്റെ ജീവിതത്തിൽ ചില തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച കാര്യങ്ങൾ നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് നല്ലതല്ല, ഈ പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ നീ ആ തെറ്റിനെ തിരുത്താനാണ് ദൈവം ആഗ്രഹിക്കുക. ഹമാർത്തിയ എന്ന പദത്തിന് അർത്ഥം പാപമെന്നാണ്. അതായത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിടുന്നത് ദൈവത്തിന്റെ ആഗ്രഹം നിവർത്തിക്കാനാണ്. എന്നാൽ നമ്മൾ ആ ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ തെറ്റായ ജീവിതത്തിലേക്ക് നമ്മളൊക്കെ പോകുമ്പോൾ മറ്റുള്ള നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മോട് കൈ ചൂണ്ടി കാണിച്ചിട്ട് പറയും, ഇത് ശരിയായ പോക്കല്ല കേട്ടോ. ഒന്ന് തിരുത്താൻ പറയുമ്പോൾ അവരോട് നീരസപ്പെടാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ അല്ല നാം ശ്രമിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ, തെറ്റുകളെ തിരുത്താൻ നമുക്ക് പരിശ്രമിക്കാം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ തിരുത്തി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വെറുക്കാതെ സ്നേഹിക്കുവാൻ, അവരോട് നല്ല രീതിയിൽ പെരുമാറുവാൻ നമുക്കിടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.